HD വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. കണ്ടാണശ്ശേരി പാടശേഖരത്തിൽ സ്വകാര്യ വ്യക്തി കൃഷിയിടം മണ്ണിട്ട് നികത്തിയതായി പരാതി. ചുവല്ലൂരിൽ ശിവക്ഷേത്രത്തിന് സമീപത്തുള്ള കണ്ടോളി പാടം ഭാഗത്താണ് കൃഷിയിടം നികത്തുന്നതിന്റെ ഭാഗമായി മണ്ണടിച്ചിരിക്കുന്നത്. പ്രതിഷേധവുമായി കണ്ടാണശ്ശേരി പാടശേഖര സമിതി ഭാരവാഹികൾ രംഗത്ത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് തുടക്കമായി. ക്യാമ്പയിൻ നടക്കുന്നത് പൊതുജന പങ്കാളിത്തത്തോടെ. വരും ദിവസങ്ങളിലും ജനകീയ കൂട്ടായ്മയിൽ നാടിന്റെ ശുചീകരണ പ്രവർത്തികൾ നടക്കും. മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച 3 പേരെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. അഞ്ഞൂർ സ്വദേശികളായ മുട്ടിൽ വീട്ടിൽ ജിതിൻ രവീന്ദ്രൻ, മങ്കട വീട്ടിൽ രാഹുൽ, കോരങ്ങാട്ട് വീട്ടിൽ മൃദുൽ എന്നിവരാണ് അറസ്റ്റിലായത്. വാർത്തകൾ വിശദമായി. കണ്ടാണശ്ശേരി പാടശേഖരത്തിൽ സ്വകാര്യ വ്യക്തി കൃഷിയിടം മണ്ണിട്ട് നികത്തിയതായി പരാതി. ചുവല്ലൂരിൽ ശിവക്ഷേത്രത്തിന് സമീപത്തുള്ള കണ്ടോളിപ്പാടം ഭാഗത്താണ് കൃഷിയിടം നികത്തുന്നതിന്റെ ഭാഗമായി മണ്ണടിച്ചിരിക്കുന്നത്. ഏകദേശം 20 സെന്റ് വരുന്ന കൃഷിയിടത്തിൽ ലോഡ് കണക്കിന് മണ്ണാണ് അടിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ടിപ്പർ ലോറികളിൽ എത്തിച്ച മണ്ണ് ഇവിടെ തട്ടിയിട്ടുള്ളത്. സ്ഥിരമായി കൃഷി ചെയ്യുന്ന ഏക്കർ കണക്കിന് വരുന്ന കണ്ടാണശ്ശേരി പാടശേഖരത്തിന്റെ ഭാഗമായുള്ള കൃഷിയിടത്തിലാണ് ഇരുട്ടിന്റെ മറപറ്റി മണ്ണ് ഇറക്കിയിട്ടുള്ളത്. പാടശേഖരം നികത്താനുള്ള നീക്കത്തിനെതിരെ കണ്ടാണശ്ശേരി പാടശേഖര സമിതി ഭാരവാഹികൾ രംഗത്തെത്തി. ഓഫീസുകൾ പ്രവർത്തിക്കാത്ത അവധി ദിനത്തിൽ കൃഷിയിടം നികത്തുന്നതിനുള്ള ശ്രമം ബോധപൂർവമാണെന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് ടി.എ. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അനധികൃതമായാണ് ഇത്തരം പ്രവൃത്തി നടക്കുന്നതെന്നും ഇതിനെതിരെ വില്ലേജ് ഓഫീസിലും കൃഷിഭവനിലും പോലീസിലും പരാതി നൽകുമെന്നും ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി. ഇന്ന് മുടക്കുള്ള ദിവസം കണക്കാക്കിയിട്ട് ഇന്നലെ പാതിരയ്ക്ക് ശേഷം അവിടെ മണ്ണടിച്ചുള്ളതെന്നാണ് അറിവ്. ഇത് കണ്ടാണശ്ശേരി പാടശേഖര സംഘത്തിൻ്റെ പരിധിയിൽപ്പെട്ട ഒരു സ്ഥലമാണ്. മണ്ണടിച്ച് നകത്തിക്കൊണ്ടിരിക്കാൻ ഭാഗമായിട്ട് ആണ് ഇപ്പം മണ്ണടിച്ചിട്ടുള്ളത്. പരാതി ഞങ്ങൾ ഏതായാലും നാളെ വില്ലേജിലും മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളും പരാതി കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലും. കേരള കർഷക സംഘം ഭാരവാഹി ശശീന്ദ്രൻ മനയിലും സ്ഥലം സന്ദർശിച്ചു. കണ്ടാണശ്ശേരി പാടശേഖരത്തിന്റെ വിവിധ മേഖലകളിലായി ഇത്തരത്തിൽ പാടങ്ങൾ നികത്തുന്ന പ്രവണത വർദ്ധിക്കുന്ന സാഹചര്യമാണുള്ളത്. 200 ഏക്കറിലേറെ വിസ്തൃതിയുള്ള പാടശേഖരത്തിൽ 157 കർഷകരാണ് കൃഷി ചെയ്യുന്നത്. പാടശേഖരം മണ്ണിട്ട് നികത്തുന്നതോടെ മേഖലയിലെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെയും കർഷകരുടെ ഉപജീവനത്തെയും ഗുരുതരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ പാടശേഖര സമിതിക്ക് ആശങ്കയുണ്ട്. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കമനീയം കണ്ടാണശ്ശേരി എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ വാർഡുതല ഉദ്ഘാടനം നടന്നു. 7-ാം വാർഡ് കൂനമുച്ചിയിൽ ശുചീകരണ പ്രവർത്തികളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം വിനു ജോൺസൺ അധ്യക്ഷനായി. അംഗൻവാടി അധ്യാപിക M ലിജി ഫ്രാൻസിസ്, കുടുംബശ്രീ CDS അംഗം ജസീന്ത വർഗീസ്, ആശാപ്രവർത്തക CP ലൈജി എന്നിവർ സംസാരിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, സംഘടനാ പ്രവർത്തകർ, ക്ലബ്ബ് ഭാരവാഹികൾ, വായനശാല പ്രവർത്തകർ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പഞ്ചായത്തിലെ 17 വാർഡുകളിലും വരും ദിവസങ്ങളിൽ പൊതുയിടങ്ങളിൽ ശുചീകരണ പ്രവർത്തികൾ നടക്കും. നാടിന്റെ ശുചിത്വത്തിൽ നമുക്കും പങ്കാളികളാകാമെന്ന ജനകീയ മുദ്രാവാക്യത്തോടുകൂടി എളവള്ളി പഞ്ചായത്തിലെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. എല്ലാ വാർഡുകളിലും ഇതിന്റെ ഭാഗമായി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ, യുവജന സംഘടനാ പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ, ക്ലബ്ബ്, വായനശാല ഭാരവാഹികൾ, തൊഴിലുറപ്പ്, ഹരിതകർമ്മസേന പ്രവർത്തകർ, ഓട്ടോ തൊഴിലാളികൾ, വ്യാപാരികൾ തുടങ്ങി വിവിധ മേഖലകളിലുള്ളവർ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. എളവള്ളി മമ്മായി സെന്ററിൽ നടന്ന പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ചിത്ര രതീഷ് അധ്യക്ഷയായി. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PG സുബിദാസ്, കുടുംബശ്രീ ചെയർപേഴ്സൺ MG പ്രശാന്തി, ഹെൽത്ത് ഇൻസ്പെക്ടർ PK ഹാരിസ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ES ശ്രീകാന്ത്, അജ്മൽ K ജബ്ബാർ, KC ജിഹാസ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഡെങ്കിപ്പനിയെക്കുറിച്ച് ബോധവൽക്കരണവും പ്രതിജ്ഞയും നടന്നു. തുടർ ദിവസങ്ങളിലും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ജനകീയ കൂട്ടായ്മയിലൂടെ നടത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത വ്യക്തമാക്കി. മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച 3 പേരെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. അഞ്ഞൂർ സ്വദേശികളായ മുട്ടിൽ വീട്ടിൽ ജിതിൻ രവീന്ദ്രൻ, മങ്കട വീട്ടിൽ രാഹുൽ, കോരങ്ങാട്ട് മൃദുൽ എന്നിവരാണ് അറസ്റ്റിലായത്. ചാവക്കാട് പഞ്ചാരമുക്ക് തച്ചപ്പള്ളി നിധി ലിമിറ്റഡ്സിൽ പ്രതികളെത്തി 1.25 പവൻ തൂക്കമുള്ള വള പണയം വെച്ച് 1 ലക്ഷം രൂപ ആവശ്യപ്പെടുകയായിരുന്നു. 916 ഹാൾമാർക്ക് സീലോട് കൂടിയ സ്വർണമാണെന്ന് പറഞ്ഞാണ് ഇവർ സ്ഥാപനത്തിലെത്തിയത്. സംശയം തോന്നിയ സ്ഥാപനോടമ മനോജ് തച്ചപ്പള്ളി
സ്വർണം പരിശോധിച്ചപ്പോൾ അപാകത കണ്ടെത്തി. തുടർന്ന് തട്ടിപ്പ് ശ്രമമാണെന്ന് മനസ്സിലാക്കിയ മനോജ് യുവാക്കളെ സ്ഥാപനത്തിനുള്ളിൽ വെച്ച് തടഞ്ഞുവെച്ച് അകത്തുനിന്ന് വാതിൽ പൂട്ടി ചാവക്കാട് പോലീസ് വിവരം അറിയിക്കുകയാണ്. സംഭവ സ്ഥലത്തെത്തിയ പോലീസ് സ്വർണം വ്യാജമാണെന്ന് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ 3 പേരെയും അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പ്രതികളെ കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് പറഞ്ഞു. കാട്ടക്കാമ്പൽ ഗ്രാമപഞ്ചായത്തിനെ തിമിര വിമുക്ത പഞ്ചായത്താക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കാഴ്ച 2026 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ നിർവഹിച്ചു. വാർഡ് മെമ്പർ മോനിഷ രജീഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന ക്യാമ്പിൽ PTA പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറുമായ PM അലി മുഖ്യാതിഥിയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ KM റസാഖ്, ശൈലജ അരുൺദാസ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CK സദാനന്ദൻ, ജനപ്രതിനിധികളായ NK ചന്ദ്രാവതി, ജിൻസി സജു, അഞ്ജു സുധീഷ്, സന്ധ്യ ഷിബു, ഡോക്ടർ ജുമൈല എന്നിവർ സംസാരിച്ചു. തുടർ ദിവസങ്ങളിൽ എല്ലാ വാർഡുകളിലും വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ തിമിര വിമുക്ത നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. കുന്നംകുളത്ത് ലോയേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അഭിഭാഷകർക്കായി തുടർ നിയമ വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചു. തെളിവ് കൈകാര്യം ചെയ്യുന്നതിലെ പ്രാവീണ്യം, നിയമതത്വങ്ങളിൽ നിന്ന് കോടതി നടപടികളിലേക്ക് എന്ന വിഷയത്തിൽ ഊന്നിയായിരുന്നു സെമിനാർ. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടന്ന സെമിനാറിൽ ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജോൺ എസ് റാൽഫ് ക്ലാസ് നയിച്ചു. അഭിഭാഷകരായ സന്ധ്യ ശ്യാം, പ്രിനു പി വർക്കി, CB രാജീവ്, മാത്യു ചാക്കപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. എവിഡൻസ് നിയമത്തിന്റെ സിദ്ധാന്തപരവും പ്രായോഗികവുമായ വശങ്ങൾ കോടതി നടപടികളുമായി ബന്ധപ്പെടുത്തി നടത്തിയ സെമിനാറിൽ കുന്നംകുളം ലോയേഴ്സ് ക്ലബ് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി, സെക്രട്ടറി നെർമ, മറ്റു ഭാരവാഹികളായ അശ്വതി, അനുഷ തുടങ്ങിയവർ നേതൃത്വം നൽകി. നിരവധി പേർ പങ്കെടുത്തു. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കരിയന്നൂർ 19ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 1ാമത് വെറ്ററൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി PT അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ NK കബീർ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി PS സുനീഷ്, UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MM നിഷാദ്, കോൺഗ്രസ് ഭാരവാഹികളായ അലി അസ്കർ, KV ഹൈദർ, KC പ്രസാദ്, രഘു കരിയന്നൂർ, കൃഷ്ണദാസ് തേറുപറമ്പിൽ, ഷംസുദ്ദീൻ മടപ്പാട്ട് പറമ്പിൽ, MV വിജീഷ് എന്നിവർ പങ്കെടുത്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് MR രാമൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ലിറ്റിൽ കൈറ്റ്സ് ക്ലബിന്റെ യൂണിറ്റ് ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപകൻ സുനീഷ് K തോമസ് ഉദ്ഘാടനം ചെയ്തു. റീൽസ് മേക്കിംഗ്, വീഡിയോ എഡിറ്റിംഗ് എന്നിവയിൽ പരിശീലനവും ഒരുക്കിയിരുന്നു. സ്കൂളിലെ കൈറ്റ്സ് മിസ്ട്രസ് രമ്യ രവീന്ദ്രൻ, റിസോഴ്സ് പേഴ്സൺ വിബിന എന്നിവർ ക്യാമ്പ് നയിച്ചു. 22 വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു. CPIM കേച്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ ലോക്കൽ സെക്രട്ടറി CF ജെയിംസ്, കേച്ചേരി മുൻ ബ്രാഞ്ച് സെക്രട്ടറി അഷ്റഫ് എന്നിവരുടെ അനുസ്മരണവും സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. കേച്ചേരി ജ്ഞാനപ്രകാശൻ UP സ്കൂളിൽ നടന്ന ചടങ്ങ് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. CPM ലോക്കൽ കമ്മിറ്റി അംഗം ഡേവിസ് മണലി അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം MP പ്രവീൺ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PT ജോസ്, സുനിത ഉണ്ണികൃഷ്ണൻ, VK ഹരിദാസ്, ആൻസി വില്യംസ്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രമ വേലായുധൻ എന്നിവർ സംസാരിച്ചു. കിഡ്നി സ്ക്രീനിംഗ്, നേത്രപരിശോധന, ആയുർവേദ പരിശോധന തുടങ്ങിയവ ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. രാവിലെ 9 മണി മുതൽ ആരംഭിച്ച ക്യാമ്പിൽ 300ഓളം പേർ വിവിധ പരിശോധനകൾക്ക് വിധേയരായി. ഡോക്ടർ അരുൺ കൈമൾ, ഡോക്ടർ റോണ എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി. അമല ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്, നെല്ലുവായി ദേവസ്വം ആയുർവേദ ആശുപത്രി, നിഹാൽ ഒപ്റ്റിക്കൽസ് എന്നിവരുമായി സഹകരിച്ചാണ് ക്യാമ്പ് നടത്തിയത്. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ശ്രീരാമൻ ഇസ്ലാമിക വീക്ഷണത്തിൽ എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരണവും ജമാഅത്തായുള്ള മഗ്രിബ് നമസ്കാരവും സംഘടിപ്പിച്ചു. ഗുരുവായൂർ രാമരാമ പാഹിമ രാമഭക്ത സംഗമത്തിലാണ് ശ്രദ്ധേയമായ പരിപാടി നടന്നത്. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള മൗലാന അബ്ദുൾ കലാം ആസാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏഷ്യൻ സ്റ്റഡീസിന്റെയും സായി സഞ്ജീവനി ട്രസ്റ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഗുരുവായൂർ ടൗൺ ഹാളിൽ രാമഭക്ത സംഗമ ദേശീയ സെമിനാർ സംഘടിപ്പിച്ചത്. ശ്രീരാമൻ ഇസ്ലാമിക വീക്ഷണത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് കോഴിക്കോട് ചാപ്റ്റർ മിഷണറിയും സത്യദൂതൻ മാസികയുടെ ചീഫ് എഡിറ്ററുമായ CP സുൽത്താൻ നസീർ പ്രബന്ധം അവതരിപ്പിച്ചു. ലോകത്തിലെ എല്ലാ പ്രവാചകന്മാരെയും ആദരിക്കാൻ മുസ്ലിങ്ങൾ ബാധ്യസ്ഥരാണെന്നും ഭാരതീയർ ആദരവോടെ കാണുന്ന ശ്രീരാമന്റെ ചരിത്രത്തെയും അധ്യാപനങ്ങളെയും തള്ളിക്കളയാനാകില്ലെന്നും അദ്ദേഹം പ്രബന്ധത്തിൽ വിശദീകരിച്ചു. ശ്രീരാമചന്ദ്രന്റെ ജീവിതം സ്നേഹവും കരുണയും
അനുകമ്പയും ത്യാഗവും ധർമ്മനിഷ്ഠയുമായി. കാരണം ശ്രീരാമചന്ദ്രന്റെ രാജ്യത്തെ കുറിച്ച് പറയുന്നത് അയോധ്യ എന്നാണ്. അയോധ്യ എന്ന വാക്കിന്റെ അർത്ഥം യുദ്ധങ്ങളില്ലാത്ത ഭൂമി, യുദ്ധങ്ങളില്ലാത്ത നാട് എന്നാണ് ഒരു ഭാഷാ പണ്ഡിതൻ എനിക്ക് പറഞ്ഞു നൽകിയത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ അദ്ദേഹം തന്റെ നിയോഗലക്ഷ്യം ജനങ്ങളോട് പറഞ്ഞപ്പോൾ അന്നത്തെ പണ്ഡിതന്മാരും യഹൂദരും യേശുവിനോട് ചോദിച്ചു, നീ യഹൂദർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട രാജാവാണെങ്കിൽ നിന്റെ കിരീടമില്ല. അവർക്ക് ആ മഹാത്മാവ് നൽകിയ മറുപടി, എന്റെ ഭരണം അത് ആകാശീയമാണ് എന്നുള്ളതാണ്. പരസ്പര ധാരണയും മതസൗഹാർദ്ദവും വളർത്തുകയാണ് ഇത്തരം സംവാദങ്ങളുടെ ലക്ഷ്യമെന്ന് സംഘാടകർ അറിയിച്ചു. സെമിനാറിനോടനുബന്ധിച്ച് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രതിനിധികൾ ഗുരുവായൂർ ടൗൺഹാളിൽ മഗ്രിബ് നമസ്കാരം നിർവഹിച്ചതും ശ്രദ്ധേയമായി. തൃശൂർ, പാലക്കാട് ജില്ലകളിലെ ജമാഅത്ത് പ്രതിനിധികളാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ചാവക്കാട് താലൂക്ക് റവന്യൂ ചങ്ങാതിക്കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പും അനുമോദനവും സംഘടിപ്പിച്ചു. ചാവക്കാട് താലൂക്കിൽ നിന്ന് സ്ഥാനക്കയറ്റം ലഭിച്ച് സ്ഥലം മാറിപ്പോകുന്ന ഡെപ്യൂട്ടി തഹസിൽദാർമാരായ സീന പി ശ്രീധർ, വി കെ റോസി എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. ഗുരുവായൂർ നഗരസഭാ ടൗൺ ഹാളിലെ ഫ്രീഡം ഹാളിൽ നടന്ന ചടങ്ങ് നിയുക്ത MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. എഴുത്തുവിശേഷങ്ങളിലൂടെ പുത്തൻ രചനകൾ സമ്മാനിക്കുന്ന റിട്ടയർഡ് തഹസിൽദാർ കെ പ്രേംചന്ദ്, ഡെപ്യൂട്ടി തഹസിൽദാർ KS സോണിയ എന്നിവർക്കും ഡെപ്യൂട്ടി കളക്ടർ തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ച മുൻ തഹസിൽദാർമാരായ M സന്ദീപ്, TP കിഷോർ എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. കവിയും പ്രഭാഷകനുമായ രാധാകൃഷ്ണൻ കാക്കശ്ശേരി ചടങ്ങിൽ അനുമോദന പ്രഭാഷണം നടത്തി. മലപ്പുറം ADM CS രാജേഷ്, പുന്നൂർ വില്ലേജ് ഓഫീസർ EK രഘുനാഥ്, ചാവക്കാട് ഡെപ്യൂട്ടി തഹസിൽദാർ PV ഫൈസൽ, CV സജൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചാലിശ്ശേരി യൂണിറ്റ് നിർമ്മിച്ച വ്യാപാര ഭവന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് നടക്കും. യൂണിറ്റ് പ്രസിഡന്റ് MM അഹമ്മദുണ്ണിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം നിർവഹിക്കും. ത്രിതല പഞ്ചായത്ത് സാരഥികളും പൗരപ്രമുഖരും വ്യാപാരി കുടുംബാംഗങ്ങളും ചടങ്ങിൽ സംബന്ധിക്കുമെന്ന് യൂണിറ്റ് പ്രസിഡന്റ് MM അഹമ്മദുണ്ണി, ജനറൽ സെക്രട്ടറി PI ഷബീർ, സെക്രട്ടറി മുസ്തഫ ഫൈഹ, വൈസ് പ്രസിഡന്റ് CV മണികണ്ഠൻ എന്നിവർ അറിയിച്ചു. മരത്തങ്കോട് ആസ്ഥാനമായി സന്മനസ് എന്ന പേരിൽ രൂപീകരിച്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനോദ്ഘാടനം സാമൂഹ്യ പ്രവർത്തകൻ കരീം പന്നിത്തടം നിർവഹിച്ചു. മരത്തങ്കോട് ബഹ്റൈൻ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാൻ KK സൈഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ KE അബു താഹിർ, ട്രഷറർ അലി ഹാജി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഹബീബ് കോയത്തങ്ങൾ, AY അനസർ, KK ഗഫൂർ, NK സിദ്ദിഖ്, NK നൂറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് SSLC പരീക്ഷയിൽ മികച്ച വിജയം സ്വന്തമാക്കിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. കടങ്ങോട്, ചൊവ്വന്നൂർ പഞ്ചായത്തുകളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ചികിത്സാ സഹായം, പഠന സഹായം, അർഹമായ മറ്റ് സഹായങ്ങൾ എന്നിവ നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സന്മനസ് എന്ന പേരിൽ ട്രസ്റ്റ് രൂപീകരിച്ചത് എന്ന് ഭാരവാഹികൾ അറിയിച്ചു. കടങ്ങോട് പഞ്ചായത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 19ാം വാർഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പൊതുജന പങ്കാളിത്തത്തോടെ നടത്തുന്ന ശുചീകരണത്തിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ അബ്ദുൾ റഹീം നിർവഹിച്ചു. പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഡോക്ടർ ജോൺസൺ നാളൂർ, ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രസന്നൻ, മുൻ വാർഡ് മെമ്പർ ടെസ്സി ഫ്രാൻസിസ്, CDS ചെയർപേഴ്സൺ ഷൈമ ഷമീർ, സാമൂഹ്യ പ്രവർത്തകൻ KR രനേഷ്, തൊഴിലുറപ്പ് മാറ്റ് സ്മിത സന്തോഷ്, ആശാ വർക്കർമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിലെ സെന്റ് ജോർജ് സെമിത്തേരി ചാപ്പൽ പെരുന്നാൾ നടന്നു. ഞായറാഴ്ച രാവിലെ 7 മണിക്ക് ചാപ്പലിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്ന് പ്രദക്ഷിണം, കുരിശടിയിൽ ധൂപപ്രാർത്ഥന, ആശീർവാദം, നേർച്ച വിതരണം എന്നിവ ഉണ്ടായി. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ഡിൽജോ എലിയാസ് കൂരൻ, ട്രസ്റ്റി KJ സോജൻ, സെക്രട്ടറി അരുൺ T രാജൻ, ജോയിന്റ് സെക്രട്ടറി K ജിജോ ജോർജ് എന്നിവർ അടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. മദർ ഓഫ് ഗ്ലോറി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ ഭിന്നശേഷി കുട്ടികളുടെ അമ്മമാരെ ആദരിച്ചു. പന്നിത്തടം ടെൽകോൺ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന മാതൃസംഗമത്തിൽ സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നായി 500-ലേറെ അമ്മമാരും കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്തു. കുന്നംകുളം MLA AC മൊയ്തീൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഈ പ്രയാസകരമായ സാഹചര്യത്തിലും തങ്ങളുടെ മക്കളെ പൊന്നുപോലെ നോക്കാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ത്യാഗനിർഭരരായ സ്ത്രീകളാണ് ഈ അമ്മമാർ. അവരെ ഞാൻ പ്രത്യേകം അവർക്കൊരു സല്യൂട്ട് സമർപ്പിക്കാൻ.
സാമൂഹിക പ്രവർത്തകൻ കരീം പന്നിത്തടം അധ്യക്ഷനായി. മുൻ PSC ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ മുഖ്യാതിഥിയായി. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ്, മെമ്പർ V ശങ്കരനാരായണൻ, മുൻ ഹജ്ജ് കമ്മിറ്റി മെമ്പർ KM മുഹമ്മദ് ഖാസിംകോയ, എരുമപ്പെട്ടി പ്രസ് ക്ലബ് പ്രസിഡന്റ് AM റഷീദ്, ഇടം സാംസ്കാരിക വേദി സെക്രട്ടറി ഷൌക്കത്ത് കടങ്ങോട്, ഡിസബിലിറ്റി ആക്ടിവിസ്റ്റ് KK ഫാറൂഖ്, ഗായകൻ ചാർലി തൃശൂർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം, സോഷ്യൽ മീഡിയ അവതാരകരായ ശ്രീജ സുകുമാരൻ, KK ഹബീബ് റഹ്മാൻ, ഫോട്ടോഗ്രാഫർ ഇബ്രാഹിം പഴുവൂർ എന്നിവർ പങ്കെടുത്തു. ഇവന്റ് ഡയറക്ടർമാരായ ഡോക്ടർ സജ്ന മുഹമ്മദ് അലി, ഡോക്ടർ റാഷിദ ഷഹീൻ എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ അതിഥികളെ ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് ചാർലി തൃശൂരിന്റെ നേതൃത്വത്തിൽ സംഗീതം ഉൾപ്പെടെയുള്ള കലാപരിപാടികളും അരങ്ങേറി. ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സ് 30ഓളം വിദ്യാർത്ഥികൾക്ക് കൂട വിതരണം ചെയ്തു. കസ്തൂർബ ബാലികാ സദനത്തിൽ നടന്ന ചടങ്ങ് ചേംബർ സെക്രട്ടറി അഡ്വക്കേറ്റ് രവി ചങ്കത്ത് ഉദ്ഘാടനം ചെയ്തു. കസ്തൂർബ ബാലികാ സദനം പ്രസിഡന്റ് P മുരളീധര കൈമൾ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സജീവൻ നമ്പ്യത്ത്, മോഹൻദാസ് ചേലനാട്, മുരളി അകമ്പടി, OV രാജേഷ്, രവി വട്ടരങ്ങത്ത്, ആൻഡോ ഉണ്ണിമോൻ തുടങ്ങിയവർ സംസാരിച്ചു. മെയ് 17 കുടുംബശ്രീ ദിനത്തിന്റെ ഭാഗമായി കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ബക്രീദ് കന്നുകാലി ചന്ത സംഘടിപ്പിച്ചു. കടങ്ങോട് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ നടത്തിയ കാലിച്ചന്ത പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സൗമ്യ സുരേഷ് അധ്യക്ഷയായി. വൈസ് ചെയർപേഴ്സൺ റജുല അബ്ദുൽ വഹാബ്, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഗിജ സുമേഷ്, ബ്ലോക്ക് മെമ്പർ ജംഷീറ, വാർഡ് മെമ്പർ അശോകൻ, ശങ്കരനാരായണൻ, ജാസ്മിൻ ജോൺ, ചിഞ്ചു, സന്ധ്യ, ശിവദാമിനി എന്നിവർ സംസാരിച്ചു. അക്കിക്കാവ് കമ്പിപ്പാലം KMSSC ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അഖില കേരള സെവൻസ് വൺ ഡേ ഫ്ലഡ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. അകാലത്തിൽ മരണമടഞ്ഞ ക്ലബ് അംഗമായ കുട്ടന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് 6ാമത് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തിയത്. കടവല്ലൂർ പഞ്ചായത്ത് മൈതാനിയിൽ നടന്ന ടൂർണമെന്റിന്റെ ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് നിർവഹിച്ചു. പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ രതീഷ്, രമേശ്, പ്രവീൺ കുമാർ, രേഖ ജയരാമൻ എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് ഭാരവാഹികളായ സുബിൻ സ്വാഗതവും ഡിക്സൺ നന്ദിയും പറഞ്ഞു. ടൂർണമെന്റിൽ സംസ്ഥാനത്തെ 16 ടീമുകൾ പങ്കെടുത്തു. റെയിൻബോ ടയേഴ്സ് കമ്പിപ്പാലം നൽകുന്ന 23,100 രൂപ വിന്നേഴ്സ് പ്രൈസ് മണിക്കും U23 ഇന്ത്യൻ ഇന്റർനാഷണൽ ഗോൾ കീപ്പർ കമാലുദ്ദീൻ നൽകുന്ന വിന്നേഴ്സ് ട്രോഫിക്കും DFSC മടവനയും വേൽമുരുകൻ കൂട്ടായ്മ കൊങ്ങളൂർ നൽകുന്ന 12,100 രൂപ റണ്ണേഴ്സ് പ്രൈസ് മണിക്കും സുനിൽ കണ്ടുരുത്തി നൽകുന്ന റണ്ണേഴ്സ് കിരീടത്തിനും ചലഞ്ചേഴ്സ് ചേറ്റുവയും അർഹരായി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി എടക്കഴി യൂണിറ്റിന്റെ 29ാം വാർഷിക സമ്മേളനവും മുൻ പ്രസിഡന്റ് ES വിജയന്റെ 1ാം ചരമവാർഷികാചരണവും സംഘടിപ്പിച്ചു. എടക്കഴിയൂർ വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി ലൂക്കോസ് തലക്കോട്ടൂർ നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് CI ജോർജ് അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം കൺവീനർ ജോജി തോമസ്, വൈസ് പ്രസിഡന്റ് മുജീബ് റഹ്മാൻ, ജോയിന്റ് സെക്രട്ടറിമാരായ മുഹമ്മദ് ബഷീർ, ദിലീപ് കുമാർ, യൂണിറ്റ് ട്രഷറർ PL ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി ബഷീർ മോഡൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് PC ഹൈദ്രോസ് നന്ദിയും പറഞ്ഞു. തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ചാലിശ്ശേരി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 1ാമത് ജൂനിയർ വോളിബോൾ ടൂർണമെന്റിൽ വോളി ക്ലബ്ബ് മമ്പാട് ജേതാക്കളായി. ശനിയാഴ്ച രാവിലെ ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടത്തിയ ടൂർണമെന്റിൽ 8ഓളം ടീമുകൾ പങ്കെടുത്തു. വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ എതിരില്ലാത്ത 2 സെറ്റുകൾക്ക് GCC ചാലിശ്ശേരിയെ പരാജയപ്പെടുത്തിയാണ് വോളി ക്ലബ്ബ് മമ്പാട് കിരീടം നേടിയത്. ഗ്രാമത്തിന്റെ കായിക മേഖലയിൽ പുതുതലമുറയിലെ താരങ്ങൾക്ക് ആത്മവിശ്വാസം പ്രോത്സാഹനവും നൽകുന്ന വേദിയായി ടൂർണമെന്റ് മാറി. വിജയികൾക്ക് GCC ക്ലബ് സെക്രട്ടറി ജിജു ജേക്കബ്, ട്രഷറർ AM ഇക്ബാൽ, ജോയിന്റ് സെക്രട്ടറി ഹമീദ് തുറക്കൽ, എക്സിക്യൂട്ടീവ് അംഗം ഉമ്മർ, വോളിബോൾ കോച്ച് നാസർ പാറമേൽ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പൂവത്തൂർ ശ്രീ ദുർഗാ സേവാ സമിതിയുടെ 23ാമത് സേവാ ദിനാചരണം പെരിങ്ങോട് അയ്യപ്പൻകാവ് ക്ഷേത്രം മൂട്ടുപുരയിൽ നടന്നു. ചടങ്ങിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം സ്വന്തമാക്കിയ വിദ്യാർത്ഥികളായ ഏഷ്ലിയ തെരസ, അച്യുത് PS, ജിഷ്ണു KR, ഹംന BS എന്നിവരെ ഫലകവും കേശവാർഡും നൽകി ആദരിച്ചു. അർഹരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. സമിതി പ്രസിഡന്റ് സുവിൻ വിവിയുടെ അധ്യക്ഷതയിൽ ട്രഷറർ ബാഹുലയൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി PK ഷാജി, അംഗങ്ങളായ V ശ്രീജിത്ത്, NR സരീഷ്, PA സുരേഷ്, CK ഷൈജു, TV ബിജു, PA രാജു, PM രമേഷ്, KV രാജു, PK ബാലൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചർമ്മം ചൂണ്ടൽ പുളിക്കൽ ബാലൻ ഭാര്യ രുക്മണി നിര്യാതയായി 72 വയസ്സായിരുന്നു.
സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. സ്മിത, സുധീഷ്, സുജിത്ത് എന്നിവർ മക്കളാണ്. ചൊവ്വന്നൂർ ചെറുവത്തൂർ പരേതനായ ഇട്ടി ചാക്കോ ഭാര്യ എമിലി നിര്യാതയായി. 80 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 9:30 ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടത്തും. റിട്ടയർഡ് KSCB എഞ്ചിനീയർ ജെഷി ഇട്ടി, പരേതയായ ജെസ്സി ജോബ് എന്നിവർ മക്കളാണ്. VA അബ്ദുൾ ജലീൽ ചൂണ്ടൽ നിര്യാതനായി. 74 വയസ്സായിരുന്നു. ചൂണ്ടൽ മഹല്ല് മുൻ പ്രസിഡന്റും സജീവ കോൺഗ്രസ് പ്രവർത്തകനും മുൻ പ്രവാസിയുമാണ്. കബറടക്കം പിന്നീട് നടക്കും. കടകമ്പാൽ നടുമുറി മാരാത്ത് പരേതനായ കൃഷ്ണൻ ഭാര്യ കാർത്തിയാനി നിര്യാതയായി. 96 വയസ്സായിരുന്നു. ശശീന്ദ്രൻ, സുധാകരൻ, മുരളീധരൻ, ജയരാജ്, പരേതനായ അരവിന്ദൻ എന്നിവർ മക്കളാണ്. സംസ്കാരം നടത്തി. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. കണ്ടാണശ്ശേരി പാടശേഖരത്തിൽ സ്വകാര്യ വ്യക്തി കൃഷിയിടം മണ്ണിട്ട് നികത്തിയതായി പരാതി. ചൊവ്വലൂരിൽ ശിവക്ഷേത്രത്തിന് സമീപത്തുള്ള കണ്ടോളിപ്പാടം ഭാഗത്താണ് കൃഷിയിടം നികത്തുന്നതിന്റെ ഭാഗമായി മണ്ണടിച്ചിരിക്കുന്നത്. പ്രതിഷേധവുമായി കണ്ടാണശ്ശേരി പാടശേഖര സമിതി ഭാരവാഹികൾ രംഗത്ത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് തുടക്കമായി. ക്യാമ്പയിൻ നടക്കുന്നത് പൊതുജന പങ്കാളിത്തത്തോടെ. വരും ദിവസങ്ങളിലും ജനകീയ കൂട്ടായ്മയിൽ നാടിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കും. മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച 3 പേരെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. അഞ്ഞൂർ സ്വദേശികളായ മുട്ടിൽ വീട്ടിൽ ജിതിൻ രവീന്ദ്രൻ, മങ്കട വീട്ടിൽ രാഹുൽ, കോരങ്ങാട്ട് മൃദുൽ എന്നിവരാണ് അറസ്റ്റിലായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.